ബാക്കിയുള്ളവരൊക്കെ ഇവിടെ 7 ഉള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ പറയുന്നത്? ഒരു സാർ തംസ് അപ്പ് ഇടുവോ? കേൾക്കുന്നുണ്ട്. ബിതിൽ രാജ്, ഗുഡ് മോർണിംഗ്. Good morning, sir. ആകാശ്, ആകാശ് പ്രദീപ്, നന്ദന, ഗുഡ് മോർണിംഗ്. എന്താ പാർവണ ഇടയ്ക്ക് ഹാൻഡ് റൈസ് ചെയ്യണമെന്നേ പറയാനുണ്ടോ? പാർവൺ ഇല്ല സാർ. ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് റൈസ് കാണുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നലെ പഠിപ്പിച്ചതിന്റെ കണ്ടിന്യൂഷൻ അല്ല. ക്വാണ്ടം മെക്കാനിക്സ് കുറച്ച് ബോർഡും ഡയറക്റ്റ് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റൂ. കാരണം നിങ്ങൾക്ക് ഇന്നലെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ക്വാണ്ടം മെക്കാനിക്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. സോ ഓൺലൈൻ ക്ലാസ്സിൽ എത്രത്തോളം പറഞ്ഞു തരാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 3rd മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ട് നാനോ ടെക്നോളജിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നാനോ ടെക്നോളജി ആകുമ്പോൾ കംപ്ലീറ്റ് തിയറിയാണ്, ഇക്വേഷനോ ഡെറിവേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ലൈഡ് വഴി അല്ലെങ്കിൽ പവർ പോയിന്റ് വഴി നമുക്കത് ക്ലാസ് എടുക്കാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നാനോ ടെക്നോളജി എന്ന പാർട്ട് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നാനോ ടെക്നോളജി എന്ന പാർട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടോ കോപ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. സോ പഠിപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയമോ ഡൗട്ടോ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, അജയ്, അജയ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പവർ പോയിന്റ് തുടങ്ങുകയാണ്. സോ എന്തെങ്കിലും കണക്ഷൻ മിസ്റ്റേക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. കട്ടായിപ്പോയി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ റിജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അപ്പോൾ തന്നെ എൻ്റെ ഫോണിലേക്ക് ആരെങ്കിലും വിളിക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So today we are studying about nanotechnology. So initially, what is nanotechnology? So that is the question. What is nanotechnology? So ഞാൻ ഈ സ്ലൈഡിൽ എഴുതിയിരിക്കുന്ന വായിക്കാണ്. Nanotechnology is the study of control of matter on atomic or molecular scale. സോ ഞാൻ ഇന്നലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, നമ്മൾ സാധാരണ റിയൽ ലൈഫിൽ കാണുന്ന ഒബ്ജക്ട്സ്, മാറ്റർ, അതായത് റിയൽ ലൈഫിൽ കാണുന്ന സാധനങ്ങളുടെ പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻ ചെയ്യാൻ, മെക്കാനിക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ എന്തുപയോഗിക്കാം? ക്ലാസിക്കൽ അപ്രോച്ച് ഉപയോഗിക്കാം. ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസിക്കൽ കെമിസ്ട്രി യൂസ് ചെയ്യാം. ബട്ട് വെൻ ദി സൈസ് ഓഫ് ദിസ് പാർട്ടിക്കിൾ ഓർ മാറ്റർ ഡിക്രീസസ്, നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്ന മാറ്ററിന് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന് സൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ച് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്തു വരുന്ന ക്ലാസിക്കൽ അപ്രോച്ച് വെച്ച് ഈ പറയുന്ന മാറ്ററിൻ്റെ, അതായത് പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ്, മെക്കാനിക്സ്, മോഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻ ഓർഡർ ടു ഡു ദാറ്റ് നമ്മൾ എന്താണ് ചെയ്തത്? ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പുതിയൊരു മെക്കാനിക്സ് ബ്രാഞ്ച് അഡോപ്റ്റ് ചെയ്തു. സോ ദ പ്രോബ്ലം ഈസ് വെൻ ദി സൈസ് ഓഫ് ദിസ് പാർട്ടിക്കിൾസ് ഡിക്രീസസ്, അതായത് മാറ്ററിൻ്റെ സൈസ് വളരെ കുറയുമ്പോൾ, ചെറുതാകുന്ന സമയത്ത്, ഐ എം ടോക്കിംഗ് അബൌട്ട് ആറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്കെയിൽ, ആ ഒരു സ്കെയിലിലേക്ക് എത്തുമ്പോൾ സംഭവിക്കും? ഈ പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടി അത് ബാധിക്കാൻ തുടങ്ങും. ദാറ്റ് മീൻസ് നമുക്കറിയാം പാർട്ടിക്കിൾസ്, മാറ്ററിന് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, കൂടാതെ ഒപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. കളർ എന്ന് പറയുന്നത് മാറ്ററിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. കൂടാതെ മറ്റ് ഫിസിക്കൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ടെൻസൈൽ സ്ട്രെങ്ത്, യങ്സ് മോഡുലസ്, അങ്ങനെ ഒരുപാട് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് മാറ്ററിന്. സോ ഈ എല്ലാ പ്രോപ്പർട്ടീസിനെയും
ഈ പാർട്ടിക്കിളിന്റെ സൈസ് ബാധിക്കും. അതായത് നമ്മൾ ബൾക്ക് സ്കെയിലിൽ കാണുന്ന പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല നാനോ സ്കെയിലിലേക്ക് വരുമ്പോൾ. സോ വാട്ട് ഈസ് നാനോ ടെക്നോളജി? നാനോ ടെക്നോളജി ഈസ് ദ സ്റ്റഡി ഓഫ് കൺട്രോൾ ഓഫ് മാറ്റർ ഓൺ ആറ്റോമിക് ഓർ മോളിക്കുലാർ സ്കെയിൽ. ആറ്റോമിക് സ്കെയിലുള്ള അല്ലെങ്കിൽ മോളിക്കുലാർ സ്കെയിലുള്ള മാറ്ററിന്റെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ സ്റ്റഡിയാണ് പറയുന്നത് നാനോ ടെക്നോളജി. നാനോമീറ്റർ, ഒരു നാനോമീറ്റർ എത്രയാണ് നമ്മൾ പഠിച്ചത്? വാട്ട് ഈസ് 1 നാനോമീറ്റർ? ഓക്കെ, പാർവൺ ഒരു ആംസ്ട്രോങ് എത്രയായിരുന്നു? 1 ആംസ്ട്രോങ് ഈക്വൽ ടു എത്ര മീറ്റർ എന്നാണ് പഠിച്ചത്? 1 ആംസ്ട്രോങ് ഈക്വൽ ടു പാർവൺ. പാർവണെ കേൾക്കുന്നുണ്ടോ? 1 ആംസ്ട്രോങ് ഈക്വൽ ടു എത്ര മീറ്റർ എന്നാണ് പഠിച്ചത്? അല്ലെങ്കിൽ നന്ദന 1 ആംസ്ട്രോങ് ഈക്വൽ ടു എത്ര മീറ്റർ എന്നാണ് പഠിച്ചത്? 10⁻⁻10. 10⁻⁻10 മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁹ മീറ്റർ ആണ്. സോ 10⁻⁹ മീറ്റർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ചെറിയൊരു വാല്യൂ ആണ്. 10⁻⁹ മീറ്റർ എന്ന് പറഞ്ഞാൽ 0. നമ്മളൊരു 9 സീറോയും കൂടി ഇട്ട് കൊടുക്കണം. 10⁻⁻9 മീറ്റർ എന്ന് പറയുന്ന ആ ഒരു ലെങ്ത്തിലേക്ക് എത്താൻ. 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10⁻⁻3 മീറ്റർ ആയിരുന്നു. സോ 10⁻⁻9 മീറ്റർ ഈസ് വെരി ലോ സൈസ്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഡയമെൻഷനാണ് 10⁻⁹ മീറ്റർ. ആ ഒരു ഡയമെൻഷനുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള സ്റ്റഡി. ഈ ഒരു ഡയമെൻഷനിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് പിന്നെ എന്താ? ആറ്റംസിനെ കുറിച്ചും മോളിക്യൂൾസിനെ കുറിച്ചൊക്കെയാണ്. സോ ദ സ്റ്റഡി വിച്ച് ദ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് പാർട്ടിക്കിൾസ് ഓർ മാറ്റർ ഓൺ ആറ്റോമിക് ഓർ മോളിക്കുലാർ സ്കെയിൽ, അല്ലെങ്കിൽ നാനോ സ്കെയിലുള്ള പാർട്ടിക്കിൾസിന് മാറ്ററിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. സോ അതാണ് രണ്ടാമത്തെ സെന്റൻസ് പറയുന്നത്. ജനറലി നാനോ ടെക്നോളജി ഡീൽസ് വിത്ത് സ്ട്രക്ചേഴ്സ് ഓർ ദി പാർട്ടിക്കിൾസ് ഓഫ് സൈസ് 100 നാനോമീറ്റർ സ്മോൾ up to 0.1 നാനോമീറ്റർ ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഡെവലപ്പിംഗ് മെറ്റീരിയൽസ് ഓർ ഡിവൈസസ് ഓഫ് ദാറ്റ് സൈസ്. അതായത് ഈ നാനോമീറ്റർ സൈസിലുള്ള മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുക, കൂടാതെ നാനോമീറ്റർ സൈസിലുള്ള മെറ്റീരിയൽസിന്റെ കൺട്രോൾ, അറേഞ്ച്മെന്റ്, ഇതിനെയൊക്കെയാണ് നമ്മൾ നാനോ ടെക്നോളജി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് നാനോ ടെക്നോളജി എന്ന് വിളിച്ചു? വാട്ട് ഈസ് നാനോ ടെക്നോളജി? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് കൺട്രോൾ ഓഫ് മാറ്റർ. നാനോ സ്കെയിലുള്ള മാറ്ററിനെ, പാർട്ടിക്കിളിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നാനോ സ്കെയിലുള്ള പാർട്ടിക്കിൾസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ അഫക്റ്റ് ചെയ്യുന്ന മെക്കാനിക്സ്, അതിൻ്റെ മോഷൻ എങ്ങനെയാണ്, അതിൻ്റെ പ്രഡിക്ഷൻ, അതായത് ആഫ്റ്റർ സം ടൈം ടി ഈ പാർട്ടിക്കിൾ എവിടെയായിരിക്കും. സോ ഇതിനെക്കുറിച്ചൊക്കെയുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റാണ്, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന സ്റ്റഡി, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് അഡോപ്റ്റ് ചെയ്യാൻ ഉള്ള കാരണം തന്നെ ഈ സൈസ് ഡിപ്പെൻഡൻസിയാണ്. ബിക്കോസ് വെൻ സൈസ് ഓഫ് പാർട്ടിക്കിൾ ഡിക്രീസസ് ഓർ വെൻ ദി mass of the particle decreases, when it reaches to atomic or molecular scale, it behave differently than large materials. Also, the properties of materials are size dependent. അതാണ് പറഞ്ഞത്. So we can vary properties of material by manipulating size. അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഗോൾഡിന്റെ എക്സാമ്പിൾ എടുക്കാം. ദാറ്റ് മീൻസ് ബൾക്ക് ഗോൾഡ്. നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ബൾക്ക് എമൗണ്ട് ഓഫ് ഗോൾഡിന്റെ കളർ എന്താണ്? യെല്ലോ കളറാണ്. So if we break down this yellow colored gold into nano gold, നമ്മൾ അതിന് നാനോ ഗോൾഡ്, ഒരു 10⁻⁹ മീറ്റർ ഡയമെൻഷൻ ഉള്ള ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഇഫ് വി ബ്രേക്ക് ഡൗൺ ദിസ് ബൾക്ക് ഗോൾഡ്, ബൾക്ക് മെറ്റീരിയൽ ഇൻറ്റു നാനോ പാർട്ടിക്കിൾസ്, ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യും. അറ്റ് സം വാല്യൂ, സം 10⁻⁹ മീറ്റർ എത്തുമ്പോൾ ഗോൾഡിന്റെ കളർ മാറി എന്താവും? ദ കളർ ഓഫ് ഗോൾഡ് ബിക്കം ബ്ലാക്ക്. കളർ ഓഫ് ഗോൾഡ് ബിക്കം ബ്ലാക്ക്. സോ നമുക്കറിയാം പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് സൈസ് ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതായത് നമ്മൾ സൈസ് കുറയ്ക്കും തോറും ഇതിന്റെ പല പ്രോപ്പർട്ടീസും വേരി ചെയ്യും. സോ ഇഫ് വി നോ വാട്ട് ആർ ദി ലോസ് റിഗാർഡിംഗ് ഓർ വാട്ട് ഈസ് ദ ട്രെൻഡ് ഓഫ് ദിസ് പ്രോപ്പർട്ടി വേരിയേഷൻ, അതായത് ഈ പ്രോപ്പർട്ടി വേരിയേഷന്റെ ട്രെൻഡ് നമുക്കറിയാമെങ്കിൽ, അതായത് ഏത് സൈസിൽ എത്തുമ്പോഴാണ് ഏത് പ്രോപ്പർട്ടി കാണിക്കുന്നത്, അതായത് സം 10⁸ നാനോമീറ്ററിലാണ് ഇത്ര മെൽറ്റിംഗ് പോയിന്റ് വരിക നമുക്കറിയാമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പാർട്ടിക്കിൾസിന് നമുക്കറിയാവുന്ന ബൾക്ക് മെറ്റീരിയലിന് എന്താ 8 നാനോമീറ്റർ സൈസുള്ള നാനോ മെറ്റീരിയൽസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് ബ്രേക്കിംഗ് ഡൗൺ ഇൻ ടു നാനോ സ്കെയിൽ, അതായത് ഒരു ബൾക്ക് മെറ്റീരിയലിൽ, നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഒരു ബൾക്ക് മെറ്റീരിയലിന് നാനോ സൈസുള്ള പാർട്ടിക്കിൾസ് ആയിട്ട്, അല്ലെങ്കിൽ നാനോ ഡയമെൻഷൻ ഉള്ള മാറ്റർ ആയിട്ട്
കൺവേർട്ട് ചെയ്യുന്നതിന്. ആൻഡ് ദാറ്റ് ബ്രേക്ക് ഡൗൺ ഈസ് കോൾഡ് നാനോ സിന്തസിസ്. ഒരു ബ്രേക്ക് ഡൗണിനാണ് നമ്മൾ നാനോ സിന്തസിസ് എന്ന് വിളിക്കുക. സോ ഇഫ് വി നോ വാട്ട് ആർ ദി ഫോഴ്സസ് ഇൻ ബിറ്റ്വീൻ ദീസ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾ, അതായത് നാനോ സ്കെയിലുള്ള പാർട്ടിക്കിൾസ്, ഇപ്പോൾ ഒരു മോളിക്യൂൾ എടുക്കുക, ഒരു ആറ്റം എടുക്കുക, അതിൻ്റെയൊക്കെ സൈസ് നാനോ സ്കെയിലായിരിക്കും. സോ ഇഫ് വി നോ വാട്ട് ആർ ദി റൂൾസ് വിച്ച് ഡിഫൈൻ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾ, ഈ ആറ്റംസും മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്ന റൂൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഫോഴ്സ് എന്തൊക്കെയാണ്, ഏത് അറേഞ്ച്മെന്റ് വെച്ചാലാണ് നമുക്ക് ആവശ്യമുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഈൽഡ് ചെയ്യാൻ പറ്റുക. സോ if we know what are the force or what are the rules defining the properties of the material, കൂടാതെ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാനുള്ള ടൂൾസും കൂടി ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് മോളിക്യൂൾസിൻ്റെയും ആറ്റംസിൻ്റെ ഒക്കെ ഇടയിലുള്ള ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്ന റൂളും, കൂടാതെ ഈ മോളിക്യൂൾസിനെ ആറ്റംസിനൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ എക്സ്പെരിമെൻ്റൽ എക്വിപ്മെൻ്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊഡ്യൂസ് മെറ്റീരിയൽസ് വിത്ത് അവർ ഡിഫൈൻഡ് പ്രോപ്പർട്ടീസ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, ഇത്ര ബോയിലിംഗ് പോയിന്റ് ഉള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാക്കണം. സോ നമുക്കറിയാം ഇതിൻ്റെ ഇടയിൽ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ പ്രോപ്പർട്ടി ഈ സൈസിൽ. സോ ഇഫ് വി നോ ഓൾ ദാറ്റ് വി ക്യാൻ പ്രൊഡ്യൂസ് മെറ്റീരിയൽസ് വിത്ത് ഡിഫൈൻഡ് പ്രോപ്പർട്ടീസ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നാനോ ടെക്നോളജി. സോ നാനോ ടെക്നോളജിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഇത്രയും സമയം ഞാൻ പറഞ്ഞത്. നാനോ ടെക്നോളജി മീൻസ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മാറ്റർ ഓഫ് മെറ്റീരിയൽസ് ഇൻ നാനോ സ്കെയിൽ. നാനോ സ്കെയിലുള്ള മെറ്റീരിയൽസിൻ്റെ സ്റ്റഡിയാണ് നാനോ ടെക്നോളജി. ആൻഡ് വൈ വി നീഡ് ദി സ്റ്റഡി? നാനോ ടെക്നോളജി എന്ന പുതിയ ബ്രാഞ്ച് വരാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, മെറ്റീരിയലിൻ്റെ മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? സൈസ് ഡിപ്പെൻഡൻ്റ് ആണ്. When size decreases, what happens? Size decreases, the properties of materials vary. So if we know what are the rules governing which define the forces between molecules or atoms, then we can manipulate these properties of material at nanoscale. Now, what is the main reason? What is the core reason for this property variation on reducing size? Why our property varies when we reduce the size of this bulk matter? നമ്മുടെ കയ്യിൽ ഒരു ബൾക്ക് മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇഫ് വി അസ്യൂം ദാറ്റ് വി ഹാവ് എ ബൾക്ക് പീസ് ഓഫ് കോപ്പർ, വെൻ വി break down this copper into nano materials, what happens? Its property varies. Or take the example of gold, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയലിന്റെ എക്സാമ്പിൾ എടുക്കുക. What happens when we decrease the size? The important effect is the property varies. There will be property variation. So now we are going to study what are the main reasons for this property variation. The first one is increase to surface to volume ratio, and second one is quantum confinement. So ആദ്യത്തെ റീസൺ ആണ് ഇൻക്രീസ് ടു സർഫസ് ടു വോളിയം റേഷ്യോ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്വാണ്ടം കൺഫൈൻമെന്റ്. സോ ഈ രണ്ട് കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കാൻ പോവാണ്. സോ ബിഫോർ ദാറ്റ് വൈഷ്ണവിന് ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല. സോ എന്താ പ്രശ്നം? വൈഷ്ണവ് ഇപ്പൊ ക്ലാസ്സിലുണ്ടോ? അജയ് എന്താ പ്രോബ്ലം? എന്താ അവന് ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല സാറേ. എന്താ ലിങ്കിൽ കയറുമ്പോ എന്താ കാണിക്കുന്നത്? അപ്പൊ വരുന്നുണ്ട്, ഞാൻ അഡ്മിറ്റ് ചെയ്യാം. വൈഷ്ണവ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്തുകൊണ്ടാണ് നാനോ പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ, സെക്കൻഡ് റീസൺ ഈസ് ക്വാണ്ടം കൺഫൈൻമെന്റ്. വാട്ട് ഈസ് ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ? എന്താണ് ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കാൻ ഉദാഹരണത്തിന് നമുക്കൊരു സ്പിയറിന്റെ കേസ് എടുക്കാം. കൺസിഡർ എ സ്പിയർ ഓഫ് റേഡിയസ് ആർ. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഇറ്റ്സ് സർഫസ് ഏരിയ ആൻഡ് വോളിയം? ഈ സ്പിയറിന്റെ
സർഫസ് ഏരിയയും വോളിയവും തമ്മിലുള്ള റേഷ്യോ എന്താണ്? വാട്ട് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദം? സർഫസ് ഏരിയ ബൈ വോളിയം. സോ വാട്ട് ഇസ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ വിത്ത് റേഡിയസ് ആർ? റേഡിയസ് ആർ ഉള്ള ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? അജയ് പറ. റേഡിയസ് ആർ ഉള്ള ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? എന്റെ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയാൽ മതി, എനിക്ക് കാണും. പ്രത്യൂഷ് സാർ, റേഡിയസ് ആർ ഉള്ള ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ 4πr². ഓക്കെ. വോളിയം 4/3πr³. ഓക്കെ, അതാണ് അജയ്. എനിക്ക് അറ്റൻഡൻസ് ഇല്ല കേട്ടോ, റെസ്പോണ്ട് ചെയ്യാത്തവർക്ക് അറ്റൻഡൻസ് ഇല്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു റേഡിയസ് ആർ ഉള്ള ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ ആറും സർഫസ് ഏരിയ 4πr², വോളിയം 4/3πr³ ആണ്. സോ ഇഫ് വി ടേക്ക് ദ റേഷ്യോ ബിറ്റ്വീൻ ദം, സർഫസ് ഏരിയയും വോളിയവും തമ്മിൽ റേഷ്യോ എടുക്കുക. സോ ദാറ്റ് മീൻസ് 4πr² ഡിവൈഡഡ് ബൈ 4/3πr³. ദാറ്റ് ഈസ് r²ഉം r³ കട്ടായി പോവും. സോ ദാറ്റ് ബിക്കംസ് 4ഉം 4ഉം കട്ടാവും, പൈയും കട്ടാവും. സോ ദിസ് ബിക്കം 3/r. ദാറ്റ് മീൻസ് സർഫസ് ടു വോളിയം റേഷ്യോ 3/r. ദാറ്റ് മീൻസ് റേഡിയസ് ഇൻക്രീസസ്. റേഡിയസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? സർഫസ് ടു വോളിയം റേഷ്യോ ഡിക്രീസ് ചെയ്യും. ഇനി റേഡിയസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. റേഡിയസ് കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? റേഡിയസ് ഡിക്രീസസ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, താഴെയല്ലേ, ഡിനോമിനേറ്ററിലാണ് r റേഡിയസ്. സോ സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും. സോ നമ്മളൊരു ബൾക്ക് മെറ്റീരിയലിനെ അതിന്റെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ, അതായത് വലിയൊരു പീസ് ഓഫ് കോപ്പർ എടുത്തു, അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി, പീസുകളാക്കി, അല്ലെങ്കിൽ നാനോ സൈസുള്ള ചെറിയ പീസുകളാക്കി. സോ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ഡിക്രീസിങ് ദ സൈസ്. ഉദാഹരണത്തിന് സ്പിയർ, നാനോ ഒരു കോപ്പർ സ്പിയർ ആണ് എടുത്തത്. ആ കോപ്പർ സ്പിയറിനെ എന്ത് ചെയ്തു? ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ കോപ്പർ സ്പിയർ ആക്കി. സോ വാട്ട് ഹാപ്പൻസ്? സോ ആർ ഡിക്രീസ് ചെയ്തു. ആർ കുറഞ്ഞപ്പം എന്ത് സംഭവിച്ചു? ഇഫ് ആർ ഡിക്രീസസ്, ആർ എന്ന് പറയുന്നത് എന്താ? ആ സ്പിയറിന്റെ സൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആർ. ഒരു ക്യൂബ് ആണെങ്കിൽ അതിന്റെ സൈഡ് ലെങ്ത് ആയിരിക്കും അതിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഏതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആണെങ്കിലും അതിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പല പാരാമീറ്റേഴ്സ് ആയിരിക്കും. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പിയർ ആണ് എടുത്തിരിക്കുന്നത്. സോ സ്പിയറിന്റെ സർഫസ് ടു വോളിയം റേഷ്യോ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, വെൻ റേഡിയസ് അല്ലെങ്കിൽ സൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് that means when radius decreases, surface to volume ratio increases. അല്ലെങ്കിൽ this is the important point, breaking down a large material into small pieces increases its surface to volume ratio. ഒരു ലാർജ് ബൾക്ക് മെറ്റീരിയലിനെ ചെറിയ പീസുകളാക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ നാനോ മെറ്റീരിയൽ സൈസുള്ള പീസുകളാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. The surface area will increase. സർഫസ് ഏരിയ വിൽ ഇൻക്രീസ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ കയ്യിൽ വലിയൊരു സ്പിയർ ഉണ്ട്, നിങ്ങൾ അതിനെ ചെറിയ പീസ് ആക്കുമ്പോൾ എന്താ? സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അതായത് മൊത്തം മെറ്റീരിയലിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. സോ when surface area increases, that means there will be a greater number of atoms are found at the surface compared to those inside. So surface area increase ചെയ്യുന്നു, അല്ലെങ്കിൽ സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? നേരത്തെ ബൾക്ക് മെറ്റീരിയലിന്റെ കേസിൽ എന്താ? ഇപ്പൊ ഒരു സ്പിയർ എടുത്തു, സ്പിയർ ഓഫ് ബൾക്ക് മെറ്റീരിയൽ എടുത്തു. ഈ ഒരു കേസിൽ എന്താ? സർഫസിൽ ഉണ്ടാവുന്ന ആറ്റംസിനേക്കാൾ അധികം ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്താ? ഈ മെറ്റീരിയലിന്റെ ഉള്ളിലാണ്, ഇൻസൈഡ് ആണുള്ളത്. പക്ഷെ നമ്മൾ ഇതിനെ ചെറിയ പീസുകളാക്കി ബ്രേക്ക് ഡൗൺ ചെയ്തു, നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. ആ സമയത്ത് ഈ മെറ്റീരിയൽ എന്താ? കൂടുതൽ സർഫസ് ഏരിയ വന്നു, അല്ലെങ്കിൽ നേരത്തെ ഉള്ളിലുണ്ടായിരുന്ന ഇൻസൈഡ് ഉണ്ടായിരുന്ന മോളിക്യൂൾസ് ഒക്കെ പുറത്തേക്ക് വന്നു. ദാറ്റ് മീൻസ് ദ സർഫസ് ഏരിയ ഇൻക്രീസസ്. നൗ ദ നമ്പർ ഓഫ് ആറ്റംസ് ഫൗണ്ട് അറ്റ് സർഫസ് കമ്പയർഡ് ടു ദോസ് ഇൻ ഇൻസൈഡ്. That makes materials chemically reactive because reactions takes place at surface. അതെന്ത് ചെയ്യും? അത് ഈ മെറ്റീരിയലിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. That means when we break down bulk material into nano particles or the particles in nano scale, what happens? Surface to volume ratio increases or surface area increases. So what do you mean by increase in surface area? That means more molecules
came into surface. കൂടുതൽ മോളിക്യൂൾസ് സർഫസിലേക്ക് വന്നു. So what happens if more molecules or more atoms came into surface? That means it increase the chemical reactivity of this material. ഉദാഹരണത്തിന് നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ച കാര്യം ഓർക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ വലിയൊരു കഷ്ണം വിറക് അല്ലെങ്കിൽ ഒരു തടി കഷ്ണം നിങ്ങൾ തീയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തുമോ? കത്താൻ കുറച്ച് പണിയാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ അതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് തീയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തൂലേ? അല്ലെങ്കിൽ ഒരു പേപ്പർ, ഒരു ബുക്ക് നിങ്ങൾ ഒന്നിച്ച് തീയിലിട്ടു, അത് കത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ബുക്കിന്റെ പേപ്പറൊക്കെ വേറെ വേറെ കീറിയെടുത്ത് അല്ലെങ്കിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ചെറിയ 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 പേപ്പറുകളാക്കി കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തും. അതായത് കെമിക്കൽ റിയാക്ടിവിറ്റി എന്താ? ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ സർഫസ് ഏരിയ. കൂടുതൽ സർഫസ് ഏരിയ ഉണ്ടോ കൂടുതൽ കെമിക്കൽ റിയാക്ടിവിറ്റി ഉണ്ട്. സോ ഇതാണ് സംഭവിക്കുന്നത്. വേണേ ബൾക്ക് മെറ്റീരിയൽ, ഒരു ബൾക്ക് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നാനോ പാർട്ടിക്കിൾ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? More number of molecules came into surface and it will hence increase the chemical reactivity. And this is an important point. And this chemical reactivity, this change in chemical reactivity will cause tremendous variations in the property of material from its bulk form. ഈ കെമിക്കൽ റിയാക്ടിവിറ്റിയിലുള്ള ചേഞ്ച് എന്ത് ചെയ്യും? മെറ്റീരിയൽസിനെ പല പ്രോപ്പർട്ടിയും ബാധിക്കും. ഇറ്റ് വിൽ കോസ് എ ട്രമൻഡസ് വേരിയേഷൻ ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. ബൾക്ക് ഫോമിലുള്ള മെറ്റീരിയലിനുണ്ടായിരുന്ന പ്രോപ്പർട്ടിയേക്കാൾ അധികം അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യപ്പെടും പല പ്രോപ്പർട്ടീസും. ഉദാഹരണത്തിന് കണ്ടക്ടിവിറ്റി, കെമിക്കൽ റിയാക്ടിവിറ്റി തുടങ്ങിയ പ്രോപ്പർട്ടീസ് ഒക്കെ എൻഹാൻസ് ചെയ്യപ്പെടും. അതിന് ചില എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. For example, some materials which is chemically inert in their bulk form became reactive in their nano form. അതായത് ബൾക്ക് ഫോമിൽ, അതായത് സാധാരണ നമ്മൾ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തില്ല, അതിന് മുമ്പ് എന്താണ് കെമിക്കലി ഇനേർട്ട്. വാട്ട് യു മീൻ ബൈ കെമിക്കലി ഇനേർട്ട്? കെമിക്കലി ഇനേർട്ട് എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി സീറോ ആയ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിലും അണ്ടർഗോ ചെയ്യാത്ത പാർട്ടിക്കിളാണ് കെമിക്കലി ഇനേർട്ട് എന്ന് പറയുന്നത്. സോ ചില മെറ്റീരിയൽസ് ബൾക്ക് ഫോമിൽ കെമിക്കലി ഇനേർട്ട് ആയിരിക്കും, പക്ഷെ നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം കെമിക്കലി റിയാക്റ്റീവ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗോൾഡ്. ബൾക്ക് ഫോം ഓഫ് ഗോൾഡ് അല്ലെങ്കിൽ ബൾക്ക് ഗോൾഡ് ഈസ് കെമിക്കലി ഇനേർട്ട്, ബട്ട് ദ നാനോ ഗോൾഡ് ഈസ് എ കണ്ടക്ടർ അല്ലെങ്കിൽ ഇറ്റ് ഈസ് റിയാക്റ്റീവ്. ഓർ എ നാനോ സ്കെയിൽ വയർ ഡസ് നോട്ട് ഒബൈ ഓംസ് ലോ. അതായത് നമ്മൾ സാധാരണ ഒരു കണ്ടക്ടർ വയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക? ഇറ്റ് ഷുഡ് ഒബൈ ഓംസ് ലോ. വാട്ട് ഈസ് ഓംസ് ലോ? ഓംസ് ലോ എന്താ പറയുന്നത്? ഓംസ് ലോ സേസ് വി ഈസ് ഈക്വൽ ടു, ഓംസ് ലോ എന്താ പറയുന്നത്? ഓംസ് ലോ, ബിദിൽ രാജ്, ഓംസ് ലോ. ഓംസ് ലോ, ബിദിൽ രാജ് കേൾക്കുന്നില്ല? ഹലോ ബിദിൽ, ഹലോ ഹലോ ഓംസ് ലോ എന്താ പറയുക? ഓംസ് ലോ സേസ് കേൾക്കുന്നുണ്ടോ പറയുന്നത്? ആർക്കും കേൾക്കുന്നില്ല? അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓംസ് ലോ സേസ് വി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി, വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ടും റെസിസ്റ്റൻസും ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? V is equal to IR. V is equal to IR. That is the expression for Ohm's law. അതായത് ഒരു ലീനിയർ വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു കണ്ടക്ടിങ്, ഉദാഹരണത്തിന് ഒരു കോപ്പർ വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ Ohm's law says that V is equal to IR. But a nano wire അല്ലെങ്കിൽ നാനോ സ്കെയിൽ ഡയമെൻഷനിലുള്ള, അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ നാനോ സ്കെയിൽ സം നാനോമീറ്റർ ഉള്ള ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ അത് ഓംസ് ലോ ഒബേ ചെയ്യണമെന്നില്ല. കാരണം അത് ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഒന്നും ഈ ഒരു കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നൗ ദ പ്രോപ്പർട്ടി ഓഫ് ദിസ് മെറ്റീരിയൽ നാനോ സ്കെയിലായി അല്ലെങ്കിൽ വളരെ സൈസ് ഡിപ്പെൻഡൻ്റ് ആണല്ലോ പല പ്രോപ്പർട്ടീസും. അല്ലെങ്കിൽ ഈ സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്തത് കൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ടിവിറ്റി മാറി. അതുപോലെ എന്ത് ചെയ്തു? കണ്ടക്ടിവിറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ലോസിലും മാറ്റം വന്നു. ഓൾസോ opaque substances like copper become transparent. നമുക്കറിയാം റിയൽ ലൈഫിൽ ബൾക്ക് ഫോം ഓഫ് കോപ്പർ എന്താണ്? ഒപ്പാക്ക് ആണ്. ലൈറ്റ് ഒരു കോപ്പർ ഷീറ്റിലേക്ക് നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ, ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പർ ഒപ്പാക്ക് ആണ്, ലൈറ്റ് ഒരിക്കലും അത് പാസ് ചെയ്ത് പോകില്ല. ബട്ട് നാനോ ഷീറ്റ് ഓഫ് കോപ്പർ, ഒരു നാനോ ഷീറ്റ്, ഒരു കോപ്പറിന്റെ ഒരു നാനോ സ്കെയിൽ തിക്നെസ് ഉള്ള ഒരു ഷീറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ബിക്കം ട്രാൻസ്പാരന്റ്. ആൻഡ് സിലിക്കൺ പോലെയുള്ള
ഇൻസുലേറ്റർ, റിയൽ ലൈഫിൽ സിലിക്കൺ ഒരു ഇൻസുലേറ്റർ ആണ്. അതെന്ത് ചെയ്യും? നാനോ സ്കെയിൽ, നമ്മൾ അതിനെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം കണ്ടക്ടേഴ്സ്. സോ ദിസ് ഓൾ എക്സാമ്പിൾ ആർ ബിക്കോസ് സർഫസ് ടു വോളിയം റേഷ്യോയിലുള്ള ഇൻക്രീസ് കൊണ്ടുണ്ടായ എക്സാമ്പിളാണ് ഇതൊക്കെ. ഓക്കെ, സോ നമ്മൾ ഒന്നാമത്തെ കാരണം പഠിച്ചു, എന്തുകൊണ്ടാണ് വൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ നാനോ മെറ്റീരിയൽ വേരി. നമ്മൾ ബൾക്ക് മെറ്റീരിയലിൽ നിന്നും ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി അല്ലെങ്കിൽ നാനോ സിന്തസിസ് ചെയ്ത് നാനോ പാർട്ടിക്കിൾസ് ആക്കി കഴിയുമ്പോൾ വൈ there is a property variation. So we studied first reason, very important reason. What is that? Increase in surface to volume ratio. Next one is quantum confinement. അടുത്ത പ്രോപ്പർട്ടിയാണ് ക്വാണ്ടം കൺഫൈൻമെന്റ്. സോ ക്വാണ്ടം കൺഫൈൻമെന്റ് കുറച്ചും കൂടി നന്നായി മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കണമായിരുന്നു. പക്ഷെ നമുക്ക് പരമാവധി ഗ്രാസ്പ് ചെയ്യാം. ക്വാണ്ടം മെക്കാനിക്സ് കൂടുതൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ട് ഈസ് ക്വാണ്ടം കൺഫൈൻമെന്റ്? സോ നോർമലി ഇൻ എ ബൾക്ക് മെറ്റീരിയൽ, ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്ന റെക്ടാങ്കിൾ ഒരു ബൾക്ക് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. സോ നോർമലി ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് ബൾക്ക് മെറ്റീരിയൽ ഇസ് ഡിറ്റർമൈൻഡ് ബൈ മൂവ്മെന്റ് ഓഫ് ചാർജ് കാരിയേഴ്സ് ഓർ ദി പാർട്ടിക്കിൾസ് ഇൻ ദിസ് മീഡിയം. അതായത് ഈ ബൾക്ക് മെറ്റീരിയലിന്റെ പല പ്രോപ്പർട്ടീസും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താ? ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ഹോളിന്റെ. ഇലക്ട്രോണും ഹോളൊക്കെ എന്താ? ഇലക്ട്രോൺ ആൻഡ് ഹോൾസ് ആർ ചാർജ് കാരിയേഴ്സ്. ഇതൊക്കെ ചാർജ് കാരിയേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താ? ഒരു മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ മെറ്റീരിയലിന്റെ സർഫസിൽ കൂടിയുള്ള ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് ആണ്. The conductivity or the resistivity or the resistance, any of the electrical property of a bulk materials is dependent on or it is decided by the movement of charge carriers. Either it will be electrons or holes through the surface of this bulk material. ഈ മെറ്റീരിയലിന്റെ സർഫസിൽ കൂടി എന്ത് ചെയ്യും? ഈ ചാർജ് കാരിയേഴ്സ്, അതായത് കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസും ഹോൾസും ഈ ബൾക്ക് മെറ്റീരിയലിന്റെ സർഫസ് ഓൾ അലോങ് ദി സർഫസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ മൂവ്മെന്റ് ആണ് ഇതിന്റെ പല ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യുന്നത്. But what happens if we reduce the size of this material, or what happens if we break down this material into nano particles? നമ്മൾ ഈ മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. എന്ത് സംഭവിക്കും? അതായത് ഉദാഹരണത്തിന് ഒരു നാനോ ഷീറ്റ് ആയിട്ട് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. സോ ഇതുവരെ ഈ ഇലക്ട്രോൺ, ഞാൻ പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ റെഡ് ഡോട്ട് ഇലക്ട്രോൺ ആണ് അല്ലെങ്കിൽ ഒരു ചാർജ് കാരിയർ ആണ്. നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് വരെ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും? ഓൾ അലോങ് ദി മെറ്റീരിയൽ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. ദർ ഇസ് എ ഫ്രീഡം ടു മൂവ് ഓൾ അലോങ് ദി സർഫസ് ഓഫ് മെറ്റീരിയൽ. ഞാൻ ഇതിനെ ചെറിയ പീസാക്കി, ഒരു ചെറിയ ഷീറ്റ് ആക്കി നാനോ ഡയമെൻഷനിലുള്ള. ഇപ്പൊ ഇലക്ട്രോൺ എന്താണ്? ലെഫ്റ്റ് ഓർ റൈറ്റ് മൂവ് ചെയ്യാൻ പറ്റൂല. നൗ വി ക്യാൻ സേ ദിസ് ഇലക്ട്രോൺ ഓർ ദിസ് ചാർജ് കാരിയർ ഈസ് കൺഫൈൻഡ്. ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ചാർജ് കാരിയർ ഈസ് കൺഫൈൻഡ്. ഈ ചാർജ് കാരിയർ എന്താ? കൺഫൈൻഡ് ആയി. എന്താ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സോ കൺഫൈൻമെന്റ്, നിങ്ങൾ കൺഫൈൻമെന്റിന്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മറ്റൊരു അർത്ഥം ജയിൽ എന്നാണ്. അതായത് സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ. സോ ചാർജ് കാരിയേഴ്സ്, ഹോൾസ് അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൺഫൈൻഡ് ആയി. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദി ടേം ക്വാണ്ടം കൺഫൈൻമെന്റ്. സോ ഒന്നും കൂടി പറയാം. വാട്ട് യു മീൻ ബൈ ക്വാണ്ടം കൺഫൈൻമെന്റ്? സാധാരണഗതിയിൽ ഒരു ബൾക്ക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസിനെ, മെയിൻലി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഉദാഹരണമായിട്ട് എടുക്കുന്നെങ്കിൽ, അതിന്റെ പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യുന്നത് ആ മെറ്റീരിയലിന്റെ സർഫസിൽ കൂടിയുള്ള ചാർജ് കാരിയേഴ്സിന്റെ, ഇലക്ട്രോൺസിന്റെ ആയിക്കോട്ടെ ഹോൾസിന്റെ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ മൂവ്മെന്റ് ആണ്. ഓക്കെ, സോ എന്താണ്? ഒരു ഇലക്ട്രോൺ ഒരു ബൾക്ക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ കണ്ടക്ഷൻ ബാൻഡിൽ പ്രസന്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ മൂവ് ഓൾ അലോങ് ദാറ്റ് മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ എല്ലാ ഭാഗത്തോടെയും സഞ്ചരിക്കാനുള്ള ഫ്രീഡം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ മെറ്റീരിയലിനെ ചെറിയ ചെറിയ പീസുകളാക്കി നാനോ മെറ്റീരിയൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് വി നാനോ സിന്തസിസ് ദിസ് മെറ്റീരിയൽ ഇൻ ടു സ്മോൾ നാനോ ഷീറ്റ് അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ത് ചെയ്യും? കുറയും. ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തു. ഐ ടേക്ക് 1 piece ഓഫ് നാനോ പാർട്ടിക്കിൾ, ഒരു നാനോമീറ്റർ സ്കെയിലുള്ള ഒരു പീസ് ഇതിൽ നിന്ന് എടുത്തു. സോ ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോണിന് അല്ലെങ്കിൽ ഹോളിന് ഈ പീസിന്റെ ഉള്ളിലല്ലേ മൂവ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് മീൻസ് ബൾക്ക് മെറ്റീരിയലിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്തു? വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് പാർട്ടിക്കിൾ? ഇറ്റ് ഈസ് കൺഫൈൻഡ്. ആൻഡ് ദിസ് കൺഫൈൻമെന്റ് ഓഫ് പാർട്ടിക്കിൾ, ഇങ്ങനെ നമ്മൾ ചാർജ് കാരിയേഴ്സിനെ കൺഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഹോൾസിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾസിനെ കൺഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇറ്റ് വിൽ
ചേഞ്ച് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ. ഇത് ഈ മെറ്റീരിയൽസിൻ്റെ പല പ്രോപ്പർട്ടീസിനും ചേഞ്ച് ചെയ്യും. കാരണം ഈ കണ്ടക്ഷൻ ബാൻഡിലുണ്ടായിരുന്ന ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ്, ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എനർജിയാണ് മെറ്റീരിയലിൻ്റെ പല പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്തിരുന്നത്. ഉദാഹരണത്തിന് ബാൻഡ് ഗ്യാപ്പ്, അയോണൈസേഷൻ എനർജി, അങ്ങനെ നിങ്ങൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും. സോ ഇതിനൊക്കെ ഡിറ്റർമൈൻ ചെയ്തിരുന്നത് ഈ പറഞ്ഞിരുന്ന ഇലക്ട്രോണിൻ്റെ ഒക്കെ മൂവ്മെൻ്റ് ആണ്. സോ ഇഫ് ദിസ് ഇലക്ട്രോൺ ഈസ് കൺഫൈൻഡ് ടു സം സ്മോൾ സ്പേസ്, ചെറിയൊരു ഡയമെൻഷൻ, കുറച്ച് നാനോമീറ്റർ മാത്രം മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയമെൻഷൻ ഇതിനെ കൺഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പല വേരിയേഷനും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ബൾക്ക് മെറ്റീരിയലിൻ്റെ കേസിൽ ഈ മെറ്റീരിയലിന് ഏത് എനർജി വേണമെങ്കിലും, അതായത് ഈ ഇലക്ട്രോണിന് ഏത് എനർജി വേണമെങ്കിലും ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ദർ വിൽ ബി lot of energy levels which this electron can occupy. But if we confine this electron, ഈ ഒരു മെറ്റീരിയൽ ചാർജ് കാരിയർ നമ്മൾ കൺഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന എനർജി ലെവൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബിക്കം ഡിസ്ക്രീറ്റ്. So in bulk material, the energy which can be attained by an electron, charge carrier or particle is continuous. ഒരു ഇലക്ട്രോണിന് എത്ര വേണമെങ്കിലും എനർജി അക്സെപ്റ്റ് ചെയ്യാം, എമിറ്റ് ചെയ്യാം. ബട്ട് ഇഫ് ഇറ്റ് ഈസ് കൺഫൈൻഡ്, നൗ ദിസ് എനർജി വാല്യൂസ് ഈസ് ഡിസ്ക്രീറ്റ്. അതായത് എല്ലാ എനർജി വാല്യൂയും ഒരു ഇലക്ട്രോൺ, കൺഫൈൻമെന്റിലുള്ള ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റില്ല. ഒരു 10 ജൂൾ എനർജി വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലി അലൗഡ് എനർജി ലെവൽസ്, ചില എനർജി ലെവൽസ് മാത്രമേ അലൗഡ് ഉള്ളൂ. സം എനർജി ലെവൽസ് ആർ ഓൺലി അലൗഡ് ഇൻ ദിസ് ക്യാൻ ആൻഡ് ദിസ് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ്. ചില എനർജി ലെവൽസിൽ മാത്രമേ ഇലക്ട്രോൺ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ത് ചെയ്യും? മെറ്റീരിയൽസിനെ പല പ്രോപ്പർട്ടീസിനെ വേരി ചെയ്യും. അതാണല്ലോ നമ്മൾ പഠിക്കുന്നത്. മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി വേരിയേഷന് കാരണമാവുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാമത് നമ്മൾ പഠിച്ചു വാട്ട് ഈസ് ആർ ഫസ്റ്റ് വോളിയം റേഷ്യോ, രണ്ടാമത് ക്വാണ്ടം കൺഫൈൻമെന്റ്. ബേസ്ഡ് ഓൺ ദ കൺഫൈൻമെന്റ് ഡയറക്ഷൻ, നമ്മൾ ഏതൊക്കെ ഡയറക്ഷനിലാണോ കൺഫൈൻ ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വാണ്ടം കൺഫൈൻമെന്റിനെ 3 ആയിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്വാണ്ടം വെൽ, സെക്കൻഡ് വൺ ഈസ് ക്വാണ്ടം വൈസ് ആൻഡ് തേർഡ് വൺ ഈസ് ക്വാണ്ടം ഡോട്ട്സ്. സോ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിനെ കൺഫൈൻ ചെയ്തു എന്ന് പറഞ്ഞു. ഏതൊക്കെ ഡയമെൻഷനാണ് കൺഫൈൻ ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 തരത്തിൽ തരംതിരിക്കാം. ക്വാണ്ടം വെൽ, ക്വാണ്ടം വൈസ് ഓർ ക്വാണ്ടം ഡോട്ട്സ്. ഫസ്റ്റ് വൺ ഈസ് ക്വാണ്ടം വെൽ ഓർ എ നാനോ ഷീറ്റ്. ഒരു ക്വാണ്ടം വെൽ, ഒരു നാനോ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നാനോ ഷീറ്റ്. സോ ഒരു നാനോ ഷീറ്റ് നമുക്ക് വരച്ചു നോക്കാം. ലെറ്റ്സ് ഡ്രോ എ നാനോ ഷീറ്റ്. സോ ഇതൊരു XY പ്ലെയിനിലുള്ള ഒരു നാനോ ഷീറ്റ് ആണെന്ന് വിചാരിക്കുക. XY പ്ലെയിനിൽ നാനോ ഷീറ്റ് ആണ്. സോ വാട്ട് യു മീൻ ബൈ നാനോ ഷീറ്റ്? ഈ നാനോ ഷീറ്റിൽ എന്താണ്? ദർ വിൽ ബി എ ലോട്ട് ഓഫ് ചാർജ് കാരിയേഴ്സ്, ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇൻ ദിസ് നാനോ ഷീറ്റ്, ബട്ട് ദേ ആർ കൺഫൈൻഡ് ടു മൂവ് ഇൻ വൈ ഡയറക്ഷൻ. ഒരു നാനോ ഷീറ്റിലുള്ള ചാർജ് കാരിയേഴ്സിനെ സെഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഒരു ഷീറ്റിൽ അതിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അതിന്റെ സർഫസിലുള്ള ഇലക്ട്രോൺസിന് സെഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്താ? ആ ഒരു ഡയമെൻഷനിൽ ഇൻ സെഡ് ഡയറക്ഷൻ ഓർ പെർപെൻഡിക്കുലർ ടു ദിസ് നാനോ ഷീറ്റ്, ദിസ് ചാർജ് കാരിയർ ഈസ് കൺഫൈൻഡ്. ഒന്നും കൂടി പറയാം. നമ്മുടെ കയ്യിൽ ആദ്യം ഒരു ബൾക്ക് മെറ്റീരിയൽ ഉണ്ടാവും. ഇഫ് വി ഹാവ് എ ക്യൂബിക്കൽ ബൾക്ക് മെറ്റീരിയൽ, നമ്മുടെ കയ്യിൽ ഒരു ബൾക്ക് മെറ്റീരിയൽ ഉണ്ടായി. നമ്മൾ അതിനെ എന്ത് ചെയ്തു? നമ്മൾ അതിനെ നാനോ ഷീറ്റ് ആക്കി, കുറെ നാനോ ഷീറ്റ് ആക്കിയിട്ട് വേർതിരിച്ചെടുത്തു. സോ അപ് ടു ദാറ്റ് നാനോ ഷീറ്റ് ആക്കുന്നവരെ ഈ ഇലക്ട്രോൺ എന്താ 3 ഡയമെൻഷനിൽ മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ ചാർജ് കാരിയർ അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾ, മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ ഡിഫൈൻ ചെയ്യുന്ന പാർട്ടിക്കിൾ, എയ്തർ ഇലക്ട്രോൺ, ഹോൾ ഓർ എനി അതർ പാർട്ടിക്കിൾ, ഇറ്റ് ഹാഡ് അല്ലെങ്കിൽ അതിന് എന്തുണ്ടായിരുന്നു? ഏത് ഡയമെൻഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിനെ നാനോ ഷീറ്റ് ആക്കി മാറ്റി കഴിഞ്ഞപ്പോൾ എന്താ? ഇതിന് XY ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അതായത് ഷീറ്റിൽ കൂടി മുകളിലോട്ടും താഴോട്ടൊക്കെ മൂവ് ചെയ്യാം. പക്ഷെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ഈ ക്വാണ്ടം വെല്ലിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യാനുള്ള there is no freedom in the movement of perpendicular direction. That means this quantum well, in this quantum well, the excitons അല്ലെങ്കിൽ electrons and holes can move freely in the plane of layer. ഈ plane of layer മൂവ് ചെയ്യാം, but are constrained or confined in perpendicular direction. സോ ഈ കൺഫൈൻമെന്റ് കാരണം എന്താണ്? ഇലക്ട്രോൺസിനെ നമ്മൾ വേവ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഈ ഇലക്ട്രോൺസ് എന്താ ഒരു സ്റ്റാൻഡിങ് വേവ് ആയിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. സ്ക്രീന് കാണാൻ പറ്റുന്നില്ലല്ലോ.
ആർക്കും കാണാൻ പറ്റുന്നില്ല? ഇപ്പം കാണുന്നുണ്ട്, ഇത്രയും നേരം ഇല്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ? ആ ഉണ്ട്. യെസ് സാർ. ഓക്കെ. സോ നമ്മളൊരു ഷീറ്റിന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ എന്താ അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സിന് ഷീറ്റിന്റെ മുകളിലോട്ട് എന്താ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. ഓൾ അലോങ് ദി ഷീറ്റ് മൂവ് ചെയ്യാം. ആൻഡ് ദിസ് കൺഫൈൻമെന്റ് ഇറ്റ് വിൽ ലീഡ് ടു പ്രോപ്പർട്ടി വേരിയേഷൻ. ഈ തരത്തിലുള്ള കൺഫൈൻമെന്റിനെയാണ്, അതായത് ഒരു ഡയമെൻഷനിലുള്ള കൺഫൈൻമെന്റിനെയാണ് നമ്മൾ നാനോ ഷീറ്റ് അല്ലെങ്കിൽ ക്വാണ്ടം വെൽ എന്ന് വിളിക്കുക. അതിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ബിൽഡ് സെമി കണ്ടക്ടർ ലേസേഴ്സ്, എഫിഷ്യന്റ് LEDs ആൻഡ് സോളാർ സെൽ. Next one is quantum wires or nano wires. When the charge carriers or electrons or excitons, ഈ ഇലക്ട്രോണിനെയും ഹോളിനെയും ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് excitons. These excitons are limited to move in one dimensional. അതായത് ഒരു ക്വാണ്ടം വയർ എടുത്തു, നാനോ ഡയമെൻഷണൽ സ്കെയിലുള്ള ഒരു വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ now ഇപ്പൊ നമ്മുടെ ഇലക്ട്രോൺ എന്താ, ഇലക്ട്രോൺ ഒന്നെങ്കിൽ ലെഫ്റ്റ് മൂവ് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റ് മൂവ് ചെയ്യാം along the wire. There is only freedom to move along the wire. ഇപ്പൊ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷനിലോ സെഡ് ഡയറക്ഷനിലോ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. ആൻഡ് ദാറ്റ് മോഡ് ഓഫ് കൺഫൈൻമെന്റ്, അതായത് 2 ഡയമെൻഷനലി കൺഫൈൻ ചെയ്യപ്പെട്ടു, 2 ഡയമെൻഷനിൽ ഇപ്പൊ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് നാനോ വയേഴ്സ് ഓർ ക്വാണ്ടം വയേഴ്സ് ഓർ ഇറ്റ് ഈസ് 2 ഡയമെൻഷണൽ കൺഫൈൻമെന്റ്. സോ ഇൻ ദിസ് ക്വാണ്ടം വയർ നമ്മൾ സാധാരണ കേസിൽ ഒരു കണ്ടക്ടർ വയർ എടുക്കുന്ന പോലെയല്ല. ഓൾ ദി പ്രോപ്പർട്ടീസ്, ഓൾ ദി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ക്വാണ്ടം എഫക്ട്സ് ഓർ ദി ക്വാണ്ടം മെക്കാനിക്സ് വിച്ച് ഈസ് സൈസ് ഡിപ്പെൻഡന്റ്. ഓൾസോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ, ഈ ഒരു വയറിന്റെ കേസിൽ നമ്മളൊരു നാനോ വയർ എടുത്തു, നാനോ വയറിന്റെ കണ്ടക്ടിവിറ്റി ഓർ റെസിസ്റ്റിവിറ്റി ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ലോസ് വെച്ച് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ഓൺലി determined or predicted using the laws of quantum mechanics. For example, the electrical conductance of this material, quantum and electrical conductance, it is found to be quantized in multiples of 2e²/h. ഒരു നാനോ വയർ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എന്താ, 2e²/hന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒന്നെങ്കിൽ 1 2e²/h അല്ലെങ്കിൽ 4 e²/h അല്ലെങ്കിൽ 6 e²/h. സോ സാധാരണ ഈ കണ്ടക്ടിവിറ്റി, കണ്ടക്ടൻസ് ഒക്കെ എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടീസ് കണ്ടിന്യൂസ് ആണ്, ഏത് വാല്യൂസും വരാം. പക്ഷേ ഒരു നാനോ വയറിന്റെ കേസിൽ ഇതൊന്നും വരില്ല. വാട്ട് ഈസ് ദ റീസൺ? സോ റീസൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. റീസൺ ഈസ് ദിസ് ക്വാണ്ടം കൺഫൈൻമെന്റ്, 2 ഡയമെൻഷണൽ കൺഫൈൻമെന്റ് ആൻഡ് ദിസ് ക്വാണ്ടം കൺഫൈൻഡ് സ്ട്രക്ചർ. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം വയർ അല്ലെങ്കിൽ നാനോ വയർ. അവസാനത്തെ കൺഫൈൻഡ് സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ക്വാണ്ടം കൺഫൈൻമെന്റ്. 3 ഡയമെൻഷനിൽ ഒരു പാർട്ടിക്കിളിനെ നമ്മൾ കൺഫൈൻ ചെയ്തു. ഞാൻ നേരത്തെ ഒരു ബൾക്ക് മെറ്റീരിയൽ കാണിച്ചു. ബൾക്ക് ഐസോയ ബൾക്ക് മെറ്റീരിയൽ, ഒരു ബൾക്ക് മെറ്റീരിയൽ കാണിച്ചു. നമ്മൾ അതിനെന്ത് ചെയ്തു, ചെറിയ ചെറിയ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇതിൽ നിന്നൊരു പാർട്ടിക്കിൾ പുറത്തേക്ക് എടുത്തു, ക്വാണ്ടം ഡോട്ട്, ചെറിയൊരു പാർട്ടിക്കിൾ എടുത്തു. സോ ഇഫ് ആൻ ഇലക്ട്രോൺ, ഒരു ചാർജ് കാരിയർ അല്ലെങ്കിൽ ഒരു എക്സൈറ്റോൺ, ഇലക്ട്രോണും ഹോളും ഈ ഒരു ചെറിയ പാർട്ടിക്കിളിനുള്ളിലാണ്. ഇഫ് ദിസ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ ഈസ് റിമൈനിങ് ഇൻ ദിസ് റീജിയൻ, ഇതിന് ഒരു ഡയറക്ഷനിലും പോകാനുള്ള ഫ്രീഡം ഇല്ല. എക്സ് ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റില്ല, വൈ ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റില്ല, ആൻഡ് ദർ ഈസ് നോ ഫ്രീഡം ടു മൂവ് ഇൻ സെഡ് ഡയറക്ഷൻ. So that means this charge carriers, this electron hole or exciton is confined in this 3 dimensional, and this 3-dimensional confinement or structure based on this 3-dimensional confinement is called quantum dots or nano dots. So the properties of this material is dependent upon how much confined this electron is. Electron എത്രത്തോളം confined ആണ്, charge എത്രത്തോളം confined ആണ്, ഈ quantum dot ന്റെ size എന്താണ്. And all these things depend on what are the properties of this material. So ഈ ഒരു മെറ്റീരിയൽ പുറത്തേക്ക് വിടുന്ന എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്താണ്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് എമിറ്റഡ് ബൈ ദിസ് മെറ്റീരിയൽ, ഓർ വാട്ട് ഈസ് ദ കണ്ടക്ടിവിറ്റി, വാട്ട് ഈസ് ദ റെസിസ്റ്റിവിറ്റി. ഓൾ ദീസ് പ്രോപ്പർട്ടീസ് ആർ ഡിഫൈൻഡ് ബൈ സൈസ് ഓഫ് ദിസ് ക്വാണ്ടം ഡോട്ട്. സോ ദിസ് എനർജി ഗ്യാപ്പ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ്. സോ ഇതിന്റെ സൈസ് നമ്മൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ കഴിഞ്ഞാൽ വി ക്യാൻ മാനിപ്പുലേറ്റ് ദ പ്രോപ്പർട്ടീസ് and we can manipulate or determine the color which is emitted from this quantum dot. ഈ quantum dot ൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ ഫ്രീക്വൻസി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. And one of the best example is quantum dot TVs. Okay, so 9:30 അല്ലേ. So
ഈ പഠിപ്പിച്ച കാര്യങ്ങൾ സ്ലൈഡാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്ത് തരാം. സോ ഇതൊന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക. ടെക്സ്റ്റിലെ നോട്ടുകളും വായിച്ചു നോക്കുക. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം അടുത്ത അവർ അടുത്ത അവർ നമുക്ക് നോക്കാം. സോ ഈ അവർ അറ്റൻഡൻസ് പറഞ്ഞു. One, 2, 3, 4, 5, 7, 8, 9, 11, 12, 13, 14, 15 ഇല്ല. അറിയില്ലാത്ത വൈഷ്ണവാണോ? യാദുൽ ദാസാണ്. യാദുൽ ദാസ് 16, യാദുൽ ദാസ് 15. നീ എപ്പോഴാ ക്ലാസ്സിൽ കയറിയ? ഓക്കെ ആയിക്കോട്ടെ. എന്നാൽ യാദുൽ ദാസ് അബ്സെന്റ്. ഓക്കെ, സോ അടുത്ത അവർ കാണാം. എത്ര? 9:40 അല്ലേ?